നമസ്കാരം. 1200-ാം ആണ്ട് വിഷു വർഷഫലം. അനിഴം നക്ഷത്രം. അനിഴം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലം രോഗവുമായിട്ട് ചികിത്സയിലിരുന്ന നിത്യശൈലീ രോഗങ്ങളും അതുപോലെ തന്നെ കിടപ്പ് രോഗികളൊക്കെ ആയിട്ട് ചികിത്സയിലിരുന്ന ആളുകൾക്കൊക്കെ ഒരു തരത്തിൽ മോക്ഷം ലഭിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. പുണ്യക്ഷേത്ര ദർശനത്തിന് അവസരം വന്നു ചേരുന്നതാണ്. പൊതുവെ ഇതുവരെ ഇല്ലാതിരുന്ന ഒരു മനോബലവും മനസമാധാനവും നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ഗൃഹനിർമ്മാണവുമായിട്ട് ഭവന നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും പുതിയ വീട് പണി തീർക്കുന്നതിനൊക്കെ നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ്. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് ഇപ്പോൾ ചെയ്ത് കൊണ്ടിരിക്കുന്ന ബിസിനസ് കാര്യങ്ങളൊക്കെ കൂടുതൽ പണം കടം വാങ്ങി വിപുലീകരിപ്പിക്കാൻ ചെയ്യാതിരിക്കുന്നത് നന്നായിരിക്കും. കൂടുതൽ പണം കടം വാങ്ങി നല്ല രീതിയിൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ചിന്തിക്കുന്നത് സാമ്പത്തിക ബാധ്യതകളൊക്കെ വരാനായിട്ട് കാരണമാകുന്നതാണ്. വർഷാവസാനം കടബാധ്യതകളൊക്കെ അതുമൂലം ഇരട്ടിക്കുന്നതാണ്. കുടുംബത്തിൽ തന്നെ സമാധാനവും സന്തോഷവും കൈവരിക്കുന്നതിനായിട്ട് നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും ഏകീകരിക്കുന്നതുമൊക്കെ നന്നായിരിക്കും. പൊതുവെ അനിഴ നക്ഷത്രക്കാർക്ക് പതിവിൽ കവിഞ്ഞ ഒരു സമാധാനവും സന്തോഷവും ഒക്കെ കൈവരിക്കുന്ന ഒരു വർഷം തന്നെയാണ് ഈ 1200-ാം ആണ്ട് വിഷു ഫലം. മഹാദേവന് കൂവളമാല അർച്ചന നിങ്ങളുടെ പക്കപ്പിറന്നാളുകളിൽ നടത്തുന്നതും അതുപോലെ തന്നെ വെള്ളിക്കല വാങ്ങിച്ചിട്ട് ചന്ദ്രക്കല വാങ്ങിച്ചിട്ട് ഭഗവാനെ നേദിക്കുന്നതും വെള്ളിക്കുട സമർപ്പണം ചെയ്യുന്നതും ഒക്കെ അനിഴ നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ഈ ഒരു വർഷത്തെ ദോഷ ശാന്തിക്ക് ഉത്തമമാണ്.